മലപ്പുറം KFCയിൽ വിജിലൻസ് പരിശോധനയുണ്ടായി. ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച PV അൻവർ 12 കോടി രൂപ വായ്പയെടുത്ത് തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിലാണ് ഇപ്പോൾ പരിശോധന. തിരുവനന്തപുരത്ത് നിന്നുള്ള വിജിലൻസ് പ്രത്യേക സംഘമാണ് പരിശോധന നടത്തിയത്. PV അൻവർ കേസിൽ 4ാം പ്രതിയാണ്. KFC ഉദ്യോഗസ്ഥരും പ്രതി പട്ടികയിൽ. വിപിൻ സി വിജയൻ മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നു. വിപിൻ, അത് 12 കോടി എടുത്തത് 24 കോടിയായോ? എങ്ങനെയായി? SKN 12 കോടിയാണ് വായ്പയായി എടുത്തത്. ഇപ്പോൾ അത് ബാധ്യതയായി 22 കോടി രൂപയായിരിക്കുകയാണ്. ഇതുവരെയും അത് തിരിച്ചടച്ചിട്ടില്ല. അങ്ങനെ വലിയ ഒരു ബാധ്യത തന്നെ അത് KFCക്ക് ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് കണ്ടെത്തൽ. ഇതിൽ വിജിലൻസ് കേസെടുത്തിരിക്കുന്നത് ജൂലൈ 29-നാണ്. ഇന്ന് തിരുവനന്തപുരത്തു നിന്നുള്ള വിജിലൻസിന്റെ പ്രത്യേക സംഘം മലപ്പുറത്തെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ ഓഫീസിലെത്തി പരിശോധന നടത്തുകയും രേഖകൾ കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇവിടുത്തെ, അതായത് ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ മലപ്പുറത്തെ ചീഫ് മാനേജർ ഉൾപ്പെടെ 4 KFC ഉദ്യോഗസ്ഥരും PV അൻവറും PV അൻവറിന്റെ സഹായിയായിട്ടുള്ള സെയ്ദ് അടക്കമുള്ള ആളുകൾക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഇതിൽ 4ാമത്തെ പ്രതിയാണ് PV അൻവർ. ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം 12 കോടി എടുത്തപ്പോൾ തന്നെ വായ്പ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാനദണ്ഡങ്ങളും പാലിച്ചില്ല. അത് ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചുകൊണ്ട് ആ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് വായ്പ എടുത്തത്. ആ കടമായിട്ട് ആ പൈസ കൊടുക്കുമ്പോൾ എടുക്കേണ്ട രേഖകൾ ഉദ്യോഗസ്ഥരും ശ്രദ്ധിച്ചില്ല. ഇതൊക്കെ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചുകൊണ്ടുള്ള ഒരു നടപടികളാണ് അന്ന് നടന്നത് എന്നുള്ളതാണ് കണ്ടെത്തൽ. ആ പണമാണ് തിരിച്ചടയ്ക്കാതെ ഇപ്പോൾ 22 കോടി ആയിരിക്കുന്നത്. ഇതിൽ വീഴ്ച വരുത്തിയതിനാണ് ഈ വിജിലൻസ് കേസെടുക്കുകയും രേഖകൾ പിടിച്ചെടുക്കുന്ന നടപടികളുമായി ഇപ്പോൾ മുന്നോട്ട് പോവുകയും ചെയ്തിരിക്കുന്നത്. SK. താങ്ക് യു. വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്.